ഗുഡ് മോർണിംഗ്. പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഡോണ. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രിസ്മസ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. തിരുവനന്തപുരം. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് നാടും നഗരവും. പ്രത്യാശയുടെയും നന്മയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്ന ക്രിസ്മസിനെ വിശ്വാസികൾ വരവേറ്റു. ക്രിസ്മസിനെ വരവേറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കുർബാനയ്ക്ക് മലങ്കര കാത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. PMGയിലെ ലൂർദ് ഫൊറോന പള്ളിയിൽ നടന്ന കുർബാനയ്ക്ക് കർദിനാൾ മാർ ജോർജ് പൂവക്കാട്ടിൽ കാർമ്മികത്വം വഹിച്ചു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പാതിര കുർബാനയ്ക്ക് നേതൃത്വം നൽകി. കൊച്ചി വരാപ്പുഴ അതിരൂപതയിൽ മെത്രാപ്പോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്രിസ്മസ് പാതിര കുർബാന നടന്നു. ആലപ്പുഴ കോൺവെന്റ് സ്ക്വയറിലെ മൗണ്ട് കാർമൽ കത്തീഡ്രൽ ചർച്ചിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ബിഷപ്പ് ഡോക്ടർ ജെയിംസ് സ്ഥാനാപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമത്തിലും ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. പ്രത്യാശയുടെ വിശുദ്ധ വാതിൽ തുറന്നു. വിശുദ്ധ വർഷാഘോഷത്തോടൊപ്പമായി വത്തിക്കാൻ സിറ്റി ക്രിസ്മസ് കുർബാനമധ്യ ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ വാതിൽ തുറന്നതോടെ കത്തോലിക്ക സഭയുടെ മഹാജൂബിലി വിശുദ്ധ വർഷാഘോഷങ്ങൾക്ക് തുടക്കമായി. 2026 ജനുവരി 6 വരെ നീളുന്ന വിശുദ്ധ വർഷാചരണത്തിൽ ഇവിടേക്ക് വിശ്വാസികൾക്ക് തീർത്ഥാടനം നടത്താം. പൂർണ്ണ ദണ്ഡവിമോചനം, പാപമുക്തി ലഭിക്കുന്ന തീർത്ഥാടനമാണിത്. ഈ കാലയളവിൽ 3.22 കോടി തീർത്ഥാടകരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയിലിൽ കഴിയുന്നവരോട് പ്രത്യേക ആഭിമുഖ്യം കാണിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ അവർക്ക് പ്രതീക്ഷയുടെ സന്ദേശം നൽകുന്നതിനായി റോമിലെ റബിബിയ ജയിലിൽ നാളെ മറ്റൊരു വിശുദ്ധ വാതിൽ കൂടി തുറക്കും. കത്തോലിക്ക സഭയിൽ 1300-ലാണ് വിശുദ്ധ വർഷാചരണം ആരംഭിച്ചത്. ഇപ്പോൾ എല്ലാ 25 വർഷം കൂടുമ്പോൾ വിശുദ്ധ വർഷം ആചരിക്കുന്നു. വിശുദ്ധ വർഷം വത്തിക്കാനിലേക്ക് നടത്തുന്ന തീർത്ഥാടനം പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതായതിനാൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഓരോ തവണയും വൻ വർധനയുണ്ട്. മഹാജൂബിലിക്കായി 370 കോടി യൂറോ, 32,797 കോടിയോളം രൂപ ചെലവഴിച്ച് റോം നവീകരിച്ചിട്ടുണ്ട്. റോമിൽ നിർമ്മിച്ച പുതിയ ചത്വരത്തിൽ നിന്ന് വത്തിക്കാനിലേക്ക് തീർത്ഥാടകർക്കായി പ്രത്യേക തീർത്ഥാടക പാത തുറന്നിട്ടുണ്ട്. ദിവസം 1 ലക്ഷത്തോളം തീർത്ഥാടകർ ഈ വഴി സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസിദ്ധമായ ട്രെവി ജലധാര നവീകരിച്ച് ഞായറാഴ്ച സന്ദർശകർക്കായി തുറന്നിരുന്നു. ഉറ്റവരില്ലാത്ത ക്രിസ്മസ്. ചൂരൽമലയിലും മുണ്ടക്കയിലും എന്നൊരുക്കും സന്തോഷ നക്ഷത്രം. മേപ്പാടി. പച്ച പുതച്ച മലനിരകളിൽ മഞ്ഞു പെയ്യുമ്പോൾ ആകാശത്തെന്ന പോലെ ഭൂമിയിലും നക്ഷത്രങ്ങൾ ഉദിക്കുമായിരുന്നു അവിടെ. കുന്നിൻ ചെരുവുകളിലെ നാട്ടുപാതകളിലൂടെ കരോത്സംഗങ്ങൾ ആഘോഷഗാനങ്ങളുമായി ചുവടുവെച്ചു പോകുമായിരുന്നു. തിരുപ്പിറവിയുടെ രാത്രിയിൽ പള്ളികൾ പ്രാർത്ഥനാഗീതങ്ങളാകുമായിരുന്നു. ക്രിസ്മസ് ലോകത്തിനാകെയെന്ന പോലെ അവർക്കും ആഹ്ലാദത്തിന്റെ പിറവിദിനമായിരുന്നു. ഇന്ന് ഹൃദയമുരുകുന്ന വേദനയിലാണ് ചൂരൽമലയും മുണ്ടക്കയും. ഇത്തവണ ക്രിസ്മസ് അവർക്കു സന്തോഷത്തിന്റെ ദിനരാത്രങ്ങളല്ല, അകാലത്തിൽ വിട്ടുപോയ പ്രിയപ്പെട്ടവരെയോർത്ത് നെഞ്ചുനീറുന്ന ദിവസങ്ങളാണ്. 41 വീട്ടുകാർ മാത്രമുള്ള ചെറിയ ഇടവകയായിരുന്നു ചൂരൽമല. അതിലെ 3 കുടുംബങ്ങളെ കൊണ്ടുപോയി. ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഇടവകയിൽ കഴിഞ്ഞ വർഷം വരെ വലിയ ആഘോഷമായിരുന്നു ക്രിസ്മസ്. മാർഗം കളിയും കരോൾ ഗാനമത്സരവും പുൽക്കൂടൊരുക്കലുമെല്ലാം വലിയ ആവേശത്തോടെ നടന്നിരുന്നു. എന്നാൽ ഇക്കൊല്ലം കരോൾ പോലുമില്ല. ഇറ്റുവീഴാനൊരുങ്ങുന്ന കണ്ണുനീർത്തുള്ളി പോലെ ചില വീടുകൾക്കു മുന്നിൽ നക്ഷത്രങ്ങളുണ്ടെന്ന് മാത്രം. ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തരായിട്ടില്ല ചൂരൽമലക്കാർ. അതുകൊണ്ട് ആഘോഷം നടത്താനുള്ള മാനസികാവസ്ഥയിലല്ല. ക്രിസ്മസ് ദിനത്തിൽ പള്ളിയിലെ പ്രാർത്ഥനകൾ മാത്രം പതിവ് പോലെ നടത്താനാണ് ഇടവകക്കാരുടെ തീരുമാനം. മുണ്ടക്കയിലെ CSI പള്ളി അടച്ചിട്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ പള്ളിക്കു കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിലും അവിടുത്തെ വിശ്വാസികളിൽ പലരെയും ദുരന്തം കവർന്നെടുത്തു. പ്രിയപ്പെട്ടവരും ബന്ധുക്കളുമൊക്കെ നഷ്ടമായവർ മറ്റു ദേശങ്ങളിലേക്ക് പോയി. തമിഴ് സംസാരിക്കുന്ന ധാരാളം പേർ മുണ്ടക്കയിലുണ്ടായിരുന്നതിനാൽ വിശേഷ ദിവസങ്ങളിൽ തമിഴിലും പ്രാർത്ഥന ചൊല്ലാറുള്ള പള്ളിയായിരുന്നു ഇത്. ഉരുൾ അലറി വന്നപ്പോൾ ആളുകൾ പ്രാണനം കയ്യിൽ പിടിച്ച് ഓടിക്കേറിയത് ഈ പള്ളിമുറ്റത്തേക്കായിരുന്നു. ഈ പള്ളി ഇടവകയിലും 30-ൽ താഴെ കുടുംബങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കഴിഞ്ഞ വർഷം വരെ ക്രിസ്മസ് ഗംഭീരമായി ആഘോഷിച്ചിരുന്ന പള്ളിയിൽ ആഘോഷമില്ല. മുണ്ടക്കയിലെ കുന്നിൽ മുകളിൽ ദുരന്തത്തിന്റെ മൂകസാക്ഷിയെന്ന പോലെ പൊടിയും മാറാലയും പിടിച്ച് CSI പള്ളി നിൽക്കുന്നു. മുണ്ടക്കയിലെ വിശ്വാസികൾ ഇപ്പോൾ മേപ്പാടിയിലെ CSI പള്ളിയിലാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. സന്നദ്ധ സംഘടനകളും വ്യക്തികളും മതസ്ഥാപനങ്ങളുമൊക്കെ ക്രിസ്മസിനോടനുബന്ധിച്ച് ദുരന്തബാധിതരുടെ വീടുകളിൽ കേക്കും അരി അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളും എത്തിക്കുന്നുണ്ട്. ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നിറവേറ്റുന്നുണ്ട്. സഹായം എത്തിക്കുന്നതിൽ ജാതിമതഭേദമില്ല. ദുരന്തത്തിൽ വീട് നഷ്ടമായവർ ഇപ്പോഴും വാടക വീടുകളിലാണ് താമസിക്കുന്നത്. സ്വന്തം വീട്ടിൽ ഇനിയെന്ന് ക്രിസ്മസ് ആഘോഷിക്കാനാവുമെന്നാണ് അവരുടെ സങ്കടം. ഈ ക്രിസ്മസ് ദിനത്തിൽ അവരുടെ പ്രാർത്ഥന സങ്കടത്തിന്റെ ഉരുൾപ്പാച്ചിലുകളൊടുങ്ങി ജീവിതം തെളിയണമെന്നാണ്. അവരുടെ ദുഃസ്വപ്നങ്ങൾക്കുമേൽ സന്തോഷത്തിന്റെ തിരുപ്പിറവിയുണ്ടാകട്ടെ. അവർ സ്വസ്ഥരാകട്ടെ. പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയെന്ന് പരാതി. കരോൾ പാടാൻ അനുവദിച്ചില്ല. നക്ഷത്രങ്ങൾ തൂക്കിയെറിയുമെന്ന ഭീഷണി.
ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം പോലീസ് മുടക്കിയെന്ന് പരാതി. പള്ളി അങ്കണത്തിൽ രാത്രി 9 തുടങ്ങാനിരുന്ന കരോൾ ഗാനം പാടാൻ പോലീസ് അനുവദിച്ചില്ല. ഉച്ചഭാഷിണിക്ക് അനുമതിയില്ലെന്ന് ചാവക്കാട് എസ് ഐ വിജിത അധികൃതരെ അറിയിക്കുകയായിരുന്നു. പള്ളി മുറ്റത്തെ വേദിയിലൊരുക്കിയ നക്ഷത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയെറിയുമെന്ന് എസ് ഐ ഭീഷണിപ്പെടുത്തിയതായി ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. സിറോ മലബാർ സഭാധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ പള്ളിയിലെത്തുന്നതിന് തൊട്ടുമുമ്പായിരുന്നു പോലീസിന്റെ വിരട്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഫോണിൽ വിളിച്ച് കമ്മിറ്റിക്കാർ വിവരം ധരിപ്പിച്ചു. എസ് ഐക്ക് ഫോൺ നൽകാൻ സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും എസ് ഐ സംസാരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് സുരേഷ് ഗോപി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു. പക്ഷേ കരോൾ ഗാനാലാപനത്തിന് അനുമതി നൽകാൻ പോലീസ് തയ്യാറായില്ല. പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കരോൾ ഗാനം മുടങ്ങുന്നതെന്നും പരാതി നൽകുമെന്നും ട്രസ്റ്റി അംഗങ്ങൾ പറഞ്ഞു. മുഖത്ത് വെട്ടമടിച്ചത് വൈരാഗ്യമായി. തിരുവല്ലയിൽ കരോൾ സംഘത്തിനു നേരെ ആക്രമണം, 8 പേർക്ക് പരുക്ക്. പത്തനംതിട്ട തിരുവല്ല കുമ്പനാട്ട് കരോൾ സംഘത്തിനു നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. കുമ്പനാട് എക്സോഡസ് ചർച്ച് കരോൾ സംഘത്തിന് നേരെയായിരുന്നു ആക്രമണം. തട്ടുകടയിൽ ആഹാരം കഴിച്ചിരുന്നവരുടെ മുഖത്ത് കരോൾ സംഘത്തിന്റെ വെളിച്ചം അടിച്ചതാണ് ആക്രമണത്തിനു പിന്നിലെ കാരണം. ചെറിയ വാക്കുതർക്കത്തിനു ശേഷം കരോൾ സംഘം അവിടെ നിന്നും മടങ്ങിയെങ്കിലും രാത്രി 1:30 ഇവർ പള്ളിയിലേക്ക് തിരികെ എത്തിയപ്പോൾ പ്രതികൾ അവിടെയെത്തി ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ ഒരാളെ പോലീസ് പിടികൂടി. മറ്റുള്ളവരെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. ആക്രമണത്തിൽ സ്ത്രീകളടക്കം 8 പേർക്ക് പരിക്കേറ്റു. 10-ലധികം വരുന്ന സംഘം അകാരണമായി ആക്രമിച്ചു എന്നാണ് കരോൾ സംഘത്തിന്റെ പരാതി. പ്രദേശവാസികളായ ആളുകൾ തന്നെയാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് കോയപ്രം പോലീസ് അറിയിച്ചു. കേരള ഗവർണർക്ക് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാൻ ബിഹാർ ഗവർണർ, രാജേന്ദ്ര വിശ്വനാഥ് അർലേഗർ കേരള ഗവർണറാകും. തിരുവനന്തപുരം കേരള ഗവർണർക്ക് മാറ്റം. നിലവിൽ ബിഹാർ ഗവർണറായ RSS പശ്ചാത്തലമുള്ള BJP നേതാവ് രാജേന്ദ്ര വിശ്വനാഥ് അർലേഗർ കേരള ഗവർണറാകും. 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ബിഹാർ ഗവർണറാകും. നേരത്തെ ഗോവ മന്ത്രിസഭയിലടക്കം അംഗമായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് അർലേഗർ. ബിഹാറിൽ നിന്നാണ് അർലേഗർ കേരളത്തിലേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള ഗോവയിൽ നിന്നും കേരളത്തിലേക്കുള്ള രാജേന്ദ്ര വിശ്വനാഥ് വരവിലൂടെ BJP ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തെയാകാമെന്നാണ് വിലയിരുത്തൽ. മാധ്വി ബുച്ച് ഹാജരാകണം, ലോക്കാൽ നിർദ്ദേശം. മഹുവ മൊയ്ത്ര MP അടക്കം നൽകിയ പരാതിയിൽ നടപടി. അടുത്ത വർഷം തിരഞ്ഞെടുപ്പിന് നേരിടുന്ന ബിഹാറിലേക്കാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം. കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. സംസ്ഥാന സർക്കാരും ഗവർണർ ആരിഫ് ഖാനും തമ്മിലെ ഭിന്നത തുടരുന്നതിനിടെയാണ് മാറ്റം. ആഭ്യന്തര കലാപം രൂക്ഷമായ മണിപ്പൂരിന് പുതിയ ഗവർണറെ നിയമിച്ചു. ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലക്കാണ് മണിപ്പൂർ ഗവർണറായി നിയമനം. ഈ വർഷം ഓഗസ്റ്റ് വരെ കാലാവധിയുണ്ടെന്നിരിക്കെയാണ് നിയമനം. ആലപ്പുഴയിൽ തെരുവുനായ വയോധികയെ കടിച്ചുകൊന്നു. ആലപ്പുഴ ആറാട്ടുപുഴയിൽ തെരുവുനായ ആക്രമണത്തിൽ വയോധികയ്ക്ക് ദാരുണാന്ത്യം. തകഴി അരയഞ്ചിറ സ്വദേശി കാർത്യായനി 88 ആണ് തെരുവുനായ കടിച്ചു കൊന്നത്. മകൻ പ്രകാശിന്റെ വീട്ടിലെത്തിയതായിരുന്നു കാർത്യായനി. വീട്ടിലുള്ളവർ പുറത്തുപോയ സമയത്താണ് തെരുവുനായ ആക്രമണമുണ്ടായത്. വീട്ടുകാർ തിരികെ എത്തിയപ്പോഴാണ് മുഖം മുഴുവൻ ചോരയുമായി കാർത്യായനി അമ്മ മുറ്റത്ത് വീണ് കിടക്കുന്നത് കണ്ടത്. തെരുവുനായ മുഖമാകെ കടിച്ചെടുത്ത നിലയിലാണ്. കണ്ണുകളും നഷ്ടപ്പെട്ടു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാണികൾക്ക് ദൃശ്യവിസ്മയമായി കോടഞ്ചേരി ഫൊറോന ദേവാലയത്തിലെ പുൽക്കൂട്. കോടഞ്ചേരി ഫൊറോന പള്ളിയിൽ ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുണ്ടാക്കിയ ഉണ്ണീശോയുടെ പുൽക്കൂട് ഏവർക്കും വേറിട്ട വിസ്മയമായി. കോടഞ്ചേരി കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ തയ്യാറാക്കിയ പുൽക്കൂട് ഫോർഷോർഡനിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ദൂരെ നിന്നോ അസാധാരണമായ ഒരു കോണിൽ നിന്നോ വീക്ഷിക്കുന്ന വസ്തുക്കളെയോ രൂപങ്ങളെയോ കണ്ണ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ക്യാപ്ചർ ചെയ്ത് ആഴത്തിന്റെ മിഥ്യാധാരണ സൃഷ്ടിക്കുന്ന ഒരു കലാസാങ്കേതിക വിദ്യയാണ് ഫോർഷോർട്ടനിംഗ് മെത്തേഡ്. രാത്രിയിൽ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ വാം ലൈറ്റ് രാത്രിയുടെ അനുഭവവും പകൽ സമയത്ത് കാണുമ്പോൾ പകലിലെ ദൃശ്യാനുഭവം തരുന്നു. കോടഞ്ചേരിയിലെ കലാകാരനായ ആൽവിൻ വേങ്ങത്താനത്ത് ആണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത്. കോടഞ്ചേരി കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ ഷാജു പെരുമടത്തിൽ, ബിബിൻ കുന്നത്ത്, ആൽവിൻ വേങ്ങത്താനത്ത്, ജോജോ പള്ളിക്കാമടത്തിൽ, ജെയിംസ് വെട്ടുകല്ലുംപുറത്ത്, ഷിജി അവണ്ണൂർ, സാബു കൂട്ടിയാനിയിൽ, അനീഷ് ചക്കാലക്കൽ, ജോസം അലേകുന്നേൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രസ്തുത പുൽക്കൂട് തയ്യാറാക്കിയത്. കോടഞ്ചേരി ഫൊറോന റെക്ടർ ഫാദർ കുര്യാക്കോസ് ഐക്കുളമ്പിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജോ മേലാട്ട് എന്നിവരുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഇത്തരത്തിൽ ഒരു പുൽക്കൂട് തയ്യാറാക്കാൻ ഇവർക്ക് പ്രചോദനമായത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിരുവമ്പാടിയിൽ ഇ-ഹെൽത്ത് പദ്ധതിയുമായി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. ആരോഗ്യ വകുപ്പിന്റെ ഇ-ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ കയറി UHID രജിസ്ട്രേഷൻ നടത്തുകയും കാർഡ് നൽകുകയും ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയർമാർ തുടക്കമിട്ടത്. പദ്ധതിയുടെ ഭാഗമായി തിരുവമ്പാടി പഞ്ചായത്തിലെ 14-ാം വാർഡിലെ എല്ലാ വീടുകളിലും ഇ-ഹെൽത്ത് രജിസ്ട്രേഷൻ നടത്തുകയും UHID കാർഡ് നൽകുകയും ചെയ്യും. തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് NSS വളണ്ടിയർമാർക്ക് ഇതിനായി പരിശീലനം നൽകിയത്. പരിശീലന പരിപാടിയിൽ ഇ-ഹെൽത്ത് ജില്ലാ പ്രോജക്ട് എഞ്ചിനീയർ ശ്യാംജിത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർ M സുനീൽ, പ്രിൻസിപ്പാൾ ബിബിൻ M സെബാസ്റ്റ്യൻ,
NSS കോഓർഡിനേറ്റർ ജിതിൻ ജോസ് എന്നിവർ ക്ലാസ് എടുത്തു. പൊതുജനങ്ങളിൽ ഇ-ഹെൽത്ത് അവബോധം സൃഷ്ടിക്കുകയും ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ കടലാസ് രഹിതമാക്കുന്നത് വഴി സമയലാഭവും രോഗി സൗഹൃദമായ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യവുമാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ തിരുവമ്പാടി പഞ്ചായത്തിലെ 14-ാം വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും UHID കാർഡ് ലഭ്യമാക്കുകയും തുടർന്ന് മറ്റു വാർഡുകളെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV പ്രിയ അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.